കാട്ടാനയുടെ ആക്രമണത്തിൽ മുള്ളരിങ്ങാട് സ്വദേശി അമീർ ഇബ്രാഹിമിന്റെ ജീവൻ നഷ്ടമായത് കഴിഞ്ഞയാഴ്ചയാണ്. ഇതിനു പിന്നാലെയാണ് മേഖലയിലെ കാട്ടാന പ്രതിരോധ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ തീരുമാനമായത്. തൊടുപുഴ MLA PJ ജോസഫ് വിളിച്ച യോഗത്തിൽ ഇടുക്കി MP ഡീൻ കുര്യാക്കോസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമടക്കമുള്ളവർ പങ്കെടുത്തു. നിലവിൽ എറണാകുളം ജില്ലയുടെ ഭാഗമായ 5 കിലോമീറ്റർ ഭാഗത്ത് സോളാർ ഫെൻസിംഗ് ഉണ്ട്. ഇതിന്റെ തുടർച്ചയായി 10 കിലോമീറ്റർ കൂടി ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് തീരുമാനം. ഫോറസ്റ്റുകാർ പറയുന്നത് ഒരു 30 ലക്ഷം രൂപ കൊണ്ട് തീർക്കാവുന്നതാണ്. അപ്പം എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. അടിയന്തരമായി തുടങ്ങി വയ്ക്കാൻ ഒരു 10 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് അലോട്ട് ചെയ്യുക. മുള്ളരിങ്ങാട് മേഖലയിൽ ഇപ്പോൾ തുടരുന്ന 3 കാട്ടാനകളെ ഓടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ കാലാവസ്ഥയും സാഹചര്യവും പ്രതികൂലമാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇനിയുള്ള വിഷയം അതിനകത്ത് ഈ ടെറൈൻ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ടെറൈൻ അല്ല, കുറച്ചുകൂടി ഡിഫിക്കൽട്ട്, പാറകളും കുന്നും നിറഞ്ഞതാണ്. അതുകൊണ്ട് കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. പിന്നെ ഈ അനിഷ്ട സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മുടെ കൂടെ ഡ്രൈവിന് ചേർന്നിരുന്ന നാട്ടുകാരിൽ ഒരു ഭയം ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അതാണ് ജീവനക്കാരുടെ കുറവും സാമ്പത്തിക പ്രതിസന്ധിയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. സോളാർ ഫെൻസിംഗിന് ആവശ്യമായി വരുന്ന അധിക പണം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.